നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ദുഃഖം പലതരത്തിലുണ്ട്. അതിലൊന്നാണ് പരിണാമ ദുഃഖം. പരിണാമം എന്നാൽ മാറ്റം എന്നർത്ഥം. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. യൗവനം വാർദ്ധക്യത്തിലേക്ക് പരിണമിക്കുന്നു. പുതുവസ്ത്രം പഴയതായി പരിണമിക്കുന്നു. സൗന്ദര്യം വൈരൂപ്യമായി പരിണമിക്കുന്നു. ഇത്തരം മാറ്റങ്ങൾ കാരണമുണ്ടാകുന്ന ദുഃഖം, അതത്രേ പരിണാമ ദുഃഖം. മാറ്റം അനിവാര്യമാണെന്ന തിരിച്ചറിവിലൂടെയും നമുക്കൊപ്പം മാറുന്ന ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാക്കിയും ഇത് ഒഴിവാക്കാൻ ശ്രമിക്കണം. സാധാരണയായി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ മലമുകളിലാണ് കാണപ്പെടാറുള്ളത്. എന്നാൽ തിരുച്ചെന്തൂർ സമുദ്രതീരത്താണ്. നിരവധി ഐതിഹ്യങ്ങളുള്ള ക്ഷേത്രമാണിത്. ഇനി നമുക്ക് കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. ഷഡാനനം ചന്ദനലേപിതാംഗം മഹോരസം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരലോകനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ. എരുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ശക്തിയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് ശ്രീ സുബ്രഹ്മണ്യൻ. ദേവന്മാരുടെ സേനാപതിയായി വാഴ്ത്തപ്പെടുന്ന ശ്രീ മുരുകൻ ദ്രാവിഡ വംശജരുടെ മുഖ്യ ആരാധനാപാത്രമാണ്. തിരുപ്പരം കുന്നിൽ ശിവപൊരുളാർന്നിൻ ഗുരുപരൻ വാണരുളുന്നു. തിരുപ്പരം കുന്നിൽ ശിവപൊരുളാർന്നിൻ ഗുരുപരൻ വാണരുളുന്നു. ഉരുപ്പുകൾ പേരും അറുമുഖനേ. ത്യാഗത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ദേവനായ ശ്രീ ഗുഹൻ തൻ്റെ വിവാഹത്തിലൂടെ തന്നെ ജാതീയമായ ഉച്ചനീചത്വങ്ങളെ തിരസ്കരിച്ച ദേവനാണ്. സ്വന്തം പിതാവിനും ബ്രഹ്മദേവനും ഓംകാരത്തിൻ്റെ പൊരുൾ ഉപദേശിച്ച വേലായുധൻ കലിയുഗത്തിലെ കഠിനപീഠകളെ അതിജീവിക്കാൻ ഭക്തരെ പ്രാപ്തരാക്കുന്നു. അതുകൊണ്ട് തന്നെ സമീപകാലത്ത് മുരുക ഭക്തന്മാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. തമിഴ്നാടിനെ അപേക്ഷിച്ച് എണ്ണത്തിൽ കുറവാണെങ്കിലും കേരളത്തിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ പലതും ഏറെ പ്രശസ്തമാണ്. തിരുവനന്തപുരം നഗരകേന്ദ്രത്തിൽ നിന്നും ഏതാണ്ട് 14 കിലോമീറ്റർ തെക്കുമാറി ബാലരാമപുരത്ത് നിന്നും കാട്ടാക്കടയിലേക്ക് നീളുന്ന പാതയിലാണ് എരുത്താവൂർ എന്ന പ്രദേശം. ഇവിടെയാണ് കേരളത്തിലെ പളനി എന്ന് പുകൾ കൊണ്ട എരുത്താവൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പരരത്നപൂർണമാം സുരഗിരി തന്നുടെ തിരുശൃംഗമല്ലയോ ഈ സത്യം. കേരളത്തിലെ പ്രധാന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നായ എരുത്താവൂർ ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 200 അടി ഉയരമുള്ള എരുത്താവൂർ കുന്നിനു മുകളിൽ സ്ഥിതി ചെയ്യുന്നു. സുരതരുവായിങ്ങു പരിലസിക്കില്ലയോ നീ നിത്യം. പരിജനങ്ങൾക്കെന്നും സുരതരുവായിങ്ങു പരിലസിക്കില്ലയോ നീ നിത്യം. പാതയോരത്ത് താരക നിഗ്രഹത്തിന്റെ ചാരുതയാർന്ന ശില്പവും പേര് നിൽക്കുന്ന കമനീയ കമാനം കടന്നാൽ പളനിയെ അനുസ്മരിപ്പിക്കുമാറ് നിരന്നു കാണുന്ന പടവുകളാണ്. ഭക്തരെ തിരുസന്നിധിയിലേക്ക് ആനയിക്കാൻ
ഏതാണ്ട് 250 പടവുകളാണ് ഇവിടെയുള്ളത്. മോക്ഷപ്രയാണം നടത്തുന്ന ഭക്തന്റെ ജീവിത പന്ഥാവ് പോലെ ഇടയ്ക്കിടയ്ക്ക് നിരപ്പാർന്നും അതിനിടയിൽ പടവുകളോടെയും വളഞ്ഞും നിവർന്നും നീളുന്ന പാത. ഇന്ന് വാഹനങ്ങൾ മുകളിലെത്തും വിധം മറ്റൊരു പാത നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഭക്തർക്ക് ഏറെ പ്രിയം ഈ പരമ്പരാഗത പാത തന്നെയാണ്. ഇതിലൂടെ മുകളിലേക്ക് കയറും തോറും പ്രകൃതി ഭംഗിയുടെ നിറവാർന്ന കാഴ്ചകൾ നമ്മുടെ ക്ഷീണമകറ്റുന്നു. മേഘമാലകൾ പാറി നടക്കുന്ന നീലാകാശത്തിന് താഴെ ഹരിത നീലിമയാർന്ന കുന്നിൻ നിരകളും മരതകവർണ്ണമാർന്ന താഴ്വാരങ്ങളും കണ്ണും കരളും കുളിപ്പിച്ചുകൊണ്ടും പ്രകൃതീശ്വരിയുടെ കനിവ് വിളിച്ചോതിക്കൊണ്ടും നമ്മുടെ മനസ്സിൽ നിറയുന്നു. ഭക്തന്മാരെ മാത്രമല്ല, വിനോദസഞ്ചാരികളെയും ഹർഷപുളകിതരാക്കാൻ കെൽപ്പുറ്റ പ്രദേശമാണിത്. ചെന്തൂരിൽ മേവുന്ന സ്കന്ദ, ചിന്താമണി ശിവനന്ദ. ചെന്തൂരിൽ മേവുന്ന സ്കന്ദ, ചിന്താമണി ശിവനന്ദ. പ്രണവമന്ത്രം ചൊല്ലി സാഗരം സാനന്ദ പ്രണമിക്കും ശ്രീവള്ളി കാന്ത. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ധാരാളം ഭക്തർ എത്തിച്ചേരുന്ന ദിവ്യ സന്നിധിക്ക് മുന്നിൽ പടവണിഞ്ഞ പാത അവസാനിക്കുന്നു. കുന്നിൻ മുകളിൽ സമതലം. ആരാധനാമൂർത്തി തമിഴ് സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെങ്കിലും കേരളീയ വാസ്തുവിദ്യാ സങ്കേതം ഉപയോഗിച്ച് നിർമ്മിച്ച നാലമ്പലം. ശ്രീകോവിലിൽ ബാലമുരുകന്റെ പൂർണ്ണകായ പ്രതിഷ്ഠ. ഗണപതി, പാർവതി, യോഗീശ്വരൻ, നാഗരാജാവ്, നാഗകന്യക, നവഗ്രഹങ്ങൾ എന്നിവരാണ് ഇവിടത്തെ ഉപദേവതകൾ. വിശ്വജേതാവേ നിനക്കായി വിശ്വകർമാവ് നിർമ്മിച്ച ക്ഷേത്രം. 6 മുഖങ്ങളോട് കൂടിയ ഷൺമുഖ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. പടവുകൾ കയറി ക്ഷേത്രസന്നിധിയിലെത്തുന്നതിന് മുമ്പ് വഴി 2ആയി പിരിയുന്നു. വലതുവശത്തെ പാത സമാധിസ്ഥാനമെന്ന നടയ്ക്ക് മുന്നിൽ അവസാനിക്കുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു യോഗിയുടെ സമാധിസ്ഥാനമാണിത്. പൂജിച്ചു കൂടുകയല്ലോ അഹോരാത്രം. ചെന്തൂരിൽ തിരുച്ചെന്തൂരിൽ തിരുച്ചെന്തൂരിൽ മേവുന്ന സ്കന്ദ, ചിന്താമണി ശിവനന്ദ ശിവനന്ദ. എല്ലാ മാസത്തിലും ഷഷ്ടിയും ആയില്യവും ഇവിടെ പ്രധാന ദിനങ്ങളാണ്. കൂടാതെ തൃക്കാർത്തിക, വൈകാശി വിശാഖം, സ്കന്ദഷഷ്ടി, തൈപ്പൂയം എന്നിവ ഇവിടത്തെ പ്രധാന ഉത്സവങ്ങളാണ്. എരുത്താവൂർ ബാലമുരുകൻ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിൽ ക്ഷേത്രഭരണം ഭംഗിയായി നിർവഹിക്കപ്പെടുന്നു. ഇതിന് തെളിവാണ് ഈ പ്രാചീന ക്ഷേത്രം കാലാനുസൃതമായ നിർമ്മിതികളാൽ മനോഹരമാക്കപ്പെട്ടിരിക്കുന്നു എന്നത്. പഴയ കാലത്ത് പ്രധാന ഉത്സവം മേടവിഷുവിനായിരുന്നു. എന്നാൽ ഇന്ന് ഇവിടുത്തെ പ്രധാന ഉത്സവം നടക്കുന്നത് മകരമാസത്തിലെ തൈപ്പൂയവുമായി ബന്ധപ്പെട്ടാണ്. മറ്റു പല സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും എന്നതുപോലെ തല മുണ്ഡനം ചെയ്യുന്ന ചടങ്ങും ഇവിടെ നടത്തപ്പെടുന്നു. പഴനി സുബ്രഹ്മണ്യൻ ജ്ഞാനപ്പഴം തരുമോ, മയിലും വേലുമായി മലയിറങ്ങി വരുമോ. പഴനി സുബ്രഹ്മണ്യൻ ജ്ഞാനപ്പഴം തരുമോ, മയിലും വേലുമായി മലയിറങ്ങി വരുമോ. ശാന്തിയും സമാധാനവും തേടുന്ന ഏതൊരു ഭക്തനും എത്തിച്ചേരേണ്ട പുണ്യഭൂമിയാണിത്. ഐശ്വര്യവും ആഗ്രഹസാഫല്യവും കൊതിക്കുന്ന ഏതൊരു ഭക്തനും വണങ്ങേണ്ട മൂർത്തിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. മിഴിനീർ കാവടികൾ സ്വർണ്ണമുകിൽ ആടുമ്പോൾ
അഗസ്ത്യാർകൂടത്തിലേക്ക് പോകും വഴി അഗസ്ത്യമുനി തപസ്സിരുന്ന പുണ്യഭൂമിയാണ് ഇവിടം എന്ന വിശ്വാസം ഈ സന്നിധിയെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കുന്നു. പനിനീർ കാവടിയിൽ കാലവർഷം മൂടുമ്പോൾ കാർത്തിക കന്യമാർക്ക് നെഞ്ചിലിന്നു പാൽക്കടൽ. കാർത്തികേയ പെരുമാളെ നീ ചിരിച്ചാലൊരു പകൽ. പഴനി സുബ്രഹ്മണ്യൻ ജ്ഞാനപ്പഴം തരുമോ? മയിലും എരുത്താവൂർ ബാലസുബ്രഹ്മണ്യൻ ഏവർക്കും അനുഗ്രഹം ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ തിരുനടയിൽ നമുക്കും കൈകൂപ്പാം. ഓം സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവ കുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. മനസ്സിലെ മയിൽവാഹനത്തിൽ മരുവുമെൻ വേലായുധ. ഹരിഗീതപുരവാസ ശത്രുഹര എൻ ദുരിതങ്ങളകറ്റുന്ന സ്കന്ദ മുരുക. മനസ്സിലെ മയിൽവാഹനത്തിൽ മരുവുമെൻ വേലായുധ. ഹരിഗീതപുരവാസ ശത്രുഹര എൻ ദുരിതങ്ങളകറ്റുന്ന സ്കന്ദ മുരുക. മനസ്സിലെ മയിൽവാഹനത്തിൽ മരുവുമെൻ വേലായുധ. അന്യരെ അധിക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യുക എന്നത് ഇന്ന് പരക്കെ കണ്ടുവരുന്ന ഒരു ശീലമാണ്. ട്രോളുകൾ എന്ന ഓമന പേരിലൂടെ നമ്മൾ സഹജീവികളെ വേട്ടയാടി അവരുടെ ദുഃഖങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നു. ഇവിടെ നമ്മുടെ മനസ്സ് ജീർണതയിലേക്ക് പോവുകയാണ്. നാളെ ഒരുപക്ഷെ നമ്മളും ഇരയായി തീർന്നേക്കാം എന്ന ചിന്തയോടെ ഇത്തരം പ്രവണതകളെ നോക്കിക്കാണുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി. സന്ധ്യാ